അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് കാഴ്ചകൾ കാണാൻ ഇറങ്ങുകയാണ്. നമ്മൾ താമസിക്കുന്നിടത്ത് നിന്ന് ഇറങ്ങി, അതായത് സോൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി ഇപ്പോൾ ഒരു ഓട്ടോയിൽ കയറി നമ്മളിതാ സൗത്ത് ക്ലിഫ്, അതാണ് ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ. സൗത്ത് ക്ലിഫിലേക്കാണ് നമ്മൾ പോകുന്നത്. സൗത്ത് ക്ലിഫ് കുറച്ച് ദൂരമുണ്ട്, ഇവിടുന്ന് ഏകദേശം ഒരു 3 കിലോമീറ്ററിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നടക്കാൻ പറ്റില്ല, നടന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു 45 മിനിറ്റ്സാണ് കാണിച്ചത്. ഓട്ടോയിലാണെങ്കിൽ ഒരു 10 മിനിറ്റ്, കാരണം ഓട്ടോ മെയിൻ റോഡിലൂടെ ചുറ്റി പോകണം. നോർത്ത് ക്ലിഫ് ഇവിടെ അടുത്താണ്, സൗത്ത് ക്ലിഫ് കുറച്ചുകൂടി അപ്പുറത്താണ്. അപ്പോൾ നമ്മളുടെ മെയിൻ റോഡിൽ കയറി. ഇവിടുന്ന് വർക്കല ബീച്ച് ശരിക്കും 1.5 കിലോമീറ്റർ ഇനിയുണ്ട്. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ടൂറിസ്റ്റുകളൊക്കെ, അതായത് വിദേശ സഞ്ചാരികൾ ഇറങ്ങി തുടങ്ങി. രാവിലെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു തിരക്കും ഉണ്ടായിരുന്നില്ല, ഈ റോഡിൽ ഭയങ്കര കാലിയായിരുന്നു. വൈകുന്നേരം ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ആളുകളായി. ഇവിടെ ഏറ്റവും ഫീസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്ക് റെൻ്റൽസ് അവൈലബിൾ ആണ്. എല്ലാ ഹോസ്റ്റൽ റിസോർട്ടിലൊക്കെ ബൈക്ക് റെൻ്റൽസ് അവൈലബിൾ ആണ്. അപ്പോൾ ബൈക്ക് റെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ നമ്മൾ എന്തായാലും ഒരു ബൈക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്, കാരണം കുറച്ചപ്പുറത്തും കുറച്ച് ദൂരമൊക്കെ പോകാനുണ്ട്. ഇന്നത്തെ യാത്ര എല്ലാം നിയർ ബൈ ആണ്, ഇതുകൊണ്ട് നമുക്കെന്താ പറയുക, പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ശരിക്കും വർക്കലയുടെ ഔട്ടർ റോഡ്, അതായത് ബീച്ചിൻ്റെ തൊട്ടപ്പുറത്തുള്ള പ്രധാന റോഡ്. ഇവിടെയും ഇഷ്ടംപോലെ ഹോട്ടൽസും റിസോർട്ടുകളും ഒക്കെയാണ് ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആണല്ലോ. അപ്പോൾ ഹോട്ടൽസ് വേണം, റിസോർട്ട്സ് വേണം, ഹോസ്റ്റൽസ് വേണം, ഹോം സ്റ്റേസ് വേണം. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി മുതൽ, അതായത് ചെറിയ എമൗണ്ട് മുതൽ വലിയ സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോസ്റ്റൽസും അതേപോലെ തന്നെ റിസോർട്ട്സും ഒക്കെ ഉണ്ട്. ഇവിടെ വന്നിട്ട് കുറേ ബസ്സുകൾ തിരിച്ചു പോകും. അതായത് വർക്കല ക്ഷേത്രത്തിൻ്റെ അടുത്തേക്ക് വരുന്ന ബസ്സുകളൊക്കെ ഇവിടെ വന്നിട്ടാണ് തിരിച്ചു പോകുന്നത്. നമ്മൾ രാവിലെ ഇറങ്ങിയ സ്ഥലം എവിടെയാണ്? വർക്കല ക്ഷേത്രത്തിൻ്റെ കുളമാണ് കാണുന്നത്. വർക്കല ക്ഷേത്രം. ഇതാണ് ക്ഷേത്രത്തിൻ്റെ എൻട്രൻസ്. നമുക്ക് ക്ഷേത്രത്തിൽ പോകണം. നമുക്ക് വർക്കല ക്ഷേത്രം നമുക്ക് കാണാം. ഇതാ അങ്ങനെ നമ്മൾ ഒരു തിരിഞ്ഞു. ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? വർക്കല ശ്രീ ജനാർദ്ദന സ്വാമി ക്ഷേത്രം. മേലെ ഗ്രാമം അതിന്റെ ഫ്രണ്ടേജ്, അതിന്റെ കിഴക്കേക്ക് ഒരു ഫ്രണ്ടായിട്ട് പറയുന്നത് താഴെ ഗ്രാമം. കാരണം പണ്ട് ബ്രാഹ്മൺസ് ഇവിടെ ഉണ്ടായിരുന്നു. ഒരുപാട് ബ്രാഹ്മൺസ് ഉണ്ടായിരുന്നു അവിടെ. ഇവിടെ ഈ ക്ഷത്ര ഇത് സ്വർണ്ണപ്പണിക്കാരും പിന്നെ അവരെ ഇതിൽ പെട്ടാണ് അഗ്രഹാരത്തിൽപ്പെട്ടതൊക്കെ ആണല്ലേ. ഈ റോഡിൽ പോയി കഴിഞ്ഞാൽ ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെത്തോ? പണ്ട് അഗ്രഹാരങ്ങളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്ന സ്ഥലമാണ്. പക്ഷെ ഇപ്പൊ എല്ലാവരും മാറിപ്പോയി കാണും അല്ലേ? ഒരു വീടാണെന്ന് തോന്നുന്നു. ഉണ്ടോ? ഇവിടെയാണ് അതിന്റെ പൊക്കമുള്ള സൈഡാണ്. ഈ പാവനാശത്തിന്റെ വേറൊരു മോഡൽ സൈഡാണ്. ഇപ്പൊ നമ്മൾ നേരെ പോകുന്നത് അവിടെ പടിഞ്ഞാറൻ സൈഡാണ്. പടിഞ്ഞാറൻ സൈഡാണ് പോകുന്നത്. ഇവിടുന്ന് ഇറങ്ങി നടപ്പാതെ അങ്ങേറ്റം വരെ ഉണ്ട്. മാന്ത്ര ക്ഷേത്രം വരെ ഉണ്ട്. മാന്ത്ര ക്ഷേത്രം വരെ നടപ്പാതെ നടന്നു പോകാം. ഇത് ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരമാണ് കേട്ടോ ഇവിടെ. ഇപ്പൊ നമ്മൾ വലത്തോട്ട് തിരിയേണ്ടത് പടിഞ്ഞാറേ ഗോപുരമാണ്. ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ ഗോപുരമായിരുന്നു. നമ്മളിതാ ഈ ഓട്ടോയിൽ ഇതാണ് ഏറ്റവും ഹൈറ്റ് ഉള്ള ഏരിയ. ഇത് താഴെ ചെന്ന് പാപനാശം ബീച്ചായി. പാപനാശം ബീച്ച് ഇത് കറങ്ങി റോഡ് തൊട്ട് മുകളിൽ കഴിഞ്ഞാൽ പിന്നെ അവിടെയാണ് പിന്നെ റിസോർട്ടുകൾ ഒരുപാടുള്ളത്. ഓക്കെ. പിന്നെ അവിടെ നേരെ ചെന്ന് കഴിഞ്ഞാൽ കുറെ കടകളുണ്ട്. അങ്ങനെയുണ്ട്. ഓക്കെ.
ഇവിടുന്ന് അങ്ങോട്ട് ഇവിടുന്ന് എങ്ങനെ ഷൂട്ട് ചെയ്യാം. പിന്നെ അപ്പുറത്ത് പെരിങ്കുളമുണ്ട്, പെരിങ്കുളത്തിന്റെ അവിടെയും ഇതുണ്ട്, നല്ല ഏരിയ ഉണ്ട്. ഇവിടുന്ന് അങ്ങോട്ട് കടക്കാൻ പറ്റുന്നില്ല. ഇവിടുന്ന് അവിടെ മുള്ളുവലിയുണ്ട്, അവിടെ വേറെ സ്ഥലമുണ്ട്. ഇപ്പം പ്രൈവറ്റ് ഏരിയ ആയിക്കാന്ന് തോന്നുന്നത്. പിന്നെ അപ്പുറത്തുണ്ട് പാവനാശം, അപ്പുറത്തും പിന്നെ റിസോർട്ടും കാര്യങ്ങളുണ്ട്. ആണല്ലേ? ഓക്കെ. അപ്പൊ പക്ഷെ താഴെ കൂടി ഇതിൽ നടന്നു പോകാൻ പറ്റുമായിരിക്കുമല്ലോ? അവിടെ ഇവിടുന്ന് അങ്ങോട്ട് കയറ്റില്ല, കാരണം ഇവിടെയൊക്കെ ഈ തിരകളുള്ള ഈ പാറയൊക്കെ ഇട്ടിരിക്കുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് മാത്രം നടന്നു പോകാൻ പറ്റുന്നത്. അങ്ങോട്ട് നല്ല വ്യൂസ് ഒക്കെ അവിടെ അങ്ങനെയാണ്. ഓക്കെ. ഇവിടുന്ന് പുള്ളിക്കാർ നടക്കുന്നില്ല, അതേപോലെ താഴെ ഇറക്കി ചെന്ന് കഴിഞ്ഞാൽ പാവനാശം ബീച്ചായി. ബീച്ച് അവിടുന്ന് നേരെ നടന്നു കഴിഞ്ഞാൽ നമ്മൾ അവിടുന്ന് ഫ്രണ്ടേജ് ഇല്ലേ അവിടെ എത്തും. മനസ്സിലായി. അങ്ങനെയല്ലേ? ഇവിടെ എളുപ്പമാണല്ലേ, റൊട്ടേറ്റ് നടക്കല്ലേ, കുറഞ്ഞ് നടക്കാനുള്ള ദൂരങ്ങൾ മാത്രമേ നടന്നു പോകാൻ പറ്റിയ ഏരിയ ആണ് ഇതൊക്കെ. കണ്ടും കേട്ടും ഇവിടെയൊന്നും നല്ല ഇതില്ല. താഴ്ന്ന ബീച്ചാണ് എല്ലാം, അവിടെയാണ് എല്ലാ ആൾക്കാരും എല്ലാം സെറ്റാണ്. ഇവിടെ നേരെ വന്നു കഴിഞ്ഞാൽ ഇവിടെ നേരെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ ഉണ്ട്, 3 സ്റ്റാർ. അവിടെ ഇവിടെ വളഞ്ഞ് നടന്നു പോയത് ബീച്ചായി കഴിഞ്ഞു. ഓക്കെ. ഇനി അങ്ങോട്ട് കുത്തനെയുള്ള ഇറക്കമാണ്. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങി നോക്കാം. നമ്മൾ പിന്നെ അവിടെ നിന്ന് നടന്നങ്ങ് പോകും. അവിടുന്ന് നടന്ന് നേരെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ ഉണ്ടല്ലോ, നമ്മൾ താമസിക്കുന്ന സ്ഥലത്തേക്ക്, നമ്മളുടെ സ്റ്റേക്കേഷനിലേക്ക് നമ്മൾ പോകും. അപ്പോൾ നമ്മൾ ഇനി ചെല്ലാൻ പോകുന്നത് സൗത്ത് ക്ലിഫ്. ഇപ്പം പോയി നോക്കാം. നല്ല ഇറക്കമാണ്. ഇത്രയും ഹൈറ്റിലാണ് ആ സൈഡിൽ സീ ഉള്ളത്. ഓ മൈ ഗോഡ്. ഇതാ നമ്മൾ പാപനാശം ബീച്ചിലേക്കാണ് പോകുന്നത്. അതിനുശേഷം സൗത്ത് ക്ലിഫ്. ഇപ്പം നമ്മൾ ഇറങ്ങി പോകുന്നത് പാപനാശം ബീച്ച്. ഓ, ഇതിങ്ങനെ ഇറങ്ങുമ്പോൾ കാല് നന്നായിട്ട് വേദനിക്കും. സാരമില്ല, എന്നാലും നമ്മൾ ഇറങ്ങണം. ഓ, വണ്ടിയൊക്കെ കയറി പോകുന്നത് നോക്കൂ. ഇവിടെ ഒരു സ്റ്റാർ ഹോട്ടലും ഇൻക്ലൂഡിങ് ഒരു ബാറും ബീച്ച് സൈഡിൽ. ആൽക്കഹോൾ കൺസംപ്ഷൻ ഇസ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. അപ്പോൾ വേണ്ടവർ കുടിച്ചാൽ മതി. ഇതാ ഇവിടെ കുറേ കടകളും പരിപാടികളൊക്കെ ആയിട്ടുള്ളൊരു ഏരിയ. ഒരു SK ബീച്ച് റിസോർട്ടൊക്കെ ഉണ്ട്. പിന്നെതാ കുട്ടികൾക്കൊക്കെ ആയിട്ടുള്ള അസ്ഥികർമ്മം, മാസബലി, ആണ്ടുബലി, ഇതൊക്കെ ബലിത്തറകളാണ് കേട്ടോ. വാസുദേവസ്വാമി. ബലിയിടാനായിട്ട് 2 സ്വാമിമാരുണ്ട് ഇവിടെ. ഇതാ പിന്നെ ഒരു കുതിര സവാരി. അപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് ഇങ്ങനെ നടന്നു വരികയാണ്. നോർമൽ ബീച്ച്, അതായത് പാപനാശം ബീച്ച് എന്ന് പറയുന്നത്.
ഇവിടെ കുറച്ച് വാട്ടർ ആക്ടിവിറ്റീസ്, അതായത് അതായത് ബനാന റൈഡ്. ഇങ്ങനെ പോയിട്ട് അതായത് മറിച്ചിട്ട് അതേപോലെ തന്നെ ഒരു ബോട്ട്, അവിടെയും ഒരു ബനാന റൈഡ്. ഈ പഴം പോലെ ഇരിക്കുന്നതാണോ ഇതിന് ബനാന ബോട്ട് എന്ന് പേര് വന്നത്? വെള്ളത്തിൽ അവരെയും കൊണ്ടുപോയി മറിച്ചിടുമെന്ന് വിചാരിക്കും. നേരത്തെ നമ്മളവിടെ ഒരു ബോട്ട് മാത്രം കണ്ടില്ല. ആ ബോട്ടിനെയാണ് സ്പീഡ് ബോട്ട് വെച്ചിട്ടാണ് ഇത് വലിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ വാട്ടർ ആക്ടിവിറ്റീസ് അതാണ് മെയിനായിട്ടുള്ളത്. കുറേ പേര് ഇതാ കുളിക്കുന്നുണ്ട്. ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കടലിൻ്റെ കാഴ്ചകൾ. ഇവിടെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മലയാളി ടൂറിസ്റ്റുകളൊക്കെ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പോൾ ബീച്ചിൻ്റെ കാഴ്ചകൾ നമ്മൾ കണ്ടു. ഇനി നമുക്ക് വിൽ വാക്ക് ടു ക്ലിഫ്. ചായക്കടകൾ, കരിക്ക്. ഇവിടെ ഒരു കരിക്കിന് 60 രൂപ കേട്ടോ, 60 റുപ്പീസ്. എല്ലായിടത്തും എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ട് ലൈക്ക് എഴുതി വെക്കും. നമ്മുടെ ഫേവറേറ്റ് ഐറ്റം കപ്പ ബീഫ്, അത് മലയാളത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി അങ്ങോട്ട് കട്ടകൾ, ലൈറ്റുകളൊക്കെ തെളിഞ്ഞു തുടങ്ങി. സോ കട്ടകൾ ഇതാണ് ഇനി മെയിനായിട്ടുള്ള കാഴ്ചകൾ. നമ്മളിനി ഒരു വലിയ മല കയറാൻ പോവുകയാണ്. സൗത്ത് ക്ലിഫ് എന്നുള്ള പ്ലാൻ മാറ്റി നമ്മൾ നോർത്ത് ക്ലിഫിലേക്ക് നടക്കുക. നോർത്ത് ക്ലിഫാണ് കൂടുതൽ കാണാനും എക്സ്പീരിയൻസ് ഉള്ളതെന്നുള്ളതാണ് ഇവിടുത്തെ കുറേ ചേട്ടന്മാർ പറഞ്ഞത്. സോ വി ആർ വാക്കിംഗ് ടുവേർഡ്സ് നോർത്ത് ക്ലിഫ്. ഏതിലെയാണ് പോവുക? ബീച്ചിൻ്റെ സൈഡിൽ കൂടി തന്നെ ആയിരിക്കും. ലെറ്റ്സ് ട്രൈ ടു വാക്ക്. അപ്പോൾ അതാ ഈ ചേട്ടൻ നമുക്ക് കുറച്ച് ഐഡിയാസ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇതിൽ നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബീച്ചാണ്. അവിടുന്ന് ക്ലിഫിലേക്ക് കയറാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറച്ച് ഹില്ലി ആയിട്ടുള്ള ഏരിയയാണ്. ഇതിൽ പോയാൽ ഹെലിപ്പാഡുണ്ട്. ഹെലിപ്പാഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലിഫിലേക്കാണെന്നുള്ളതാണ്. അങ്ങനെ സ്റ്റെപ്പുകൾ കയറി നമ്മൾ ഹെലിപ്പാഡിലേക്ക്. ഹെലിപ്പാഡിൻ്റെ അവിടുന്ന് നേരെ നമ്മൾ നോർത്ത് ക്ലിഫ്. എവിടെയൊന്നുമില്ല, ഇവിടെയൊക്കെ കുറേ ആളുകൾ താമസിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അങ്ങനെ കയറിപ്പോൾ താമസിക്കുന്ന സ്ഥലമാണെങ്കിലും അവരതിനെ ഒരു കച്ചവട പരിപാടിയാക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ആളുകൾ നടന്നു പോകുന്നുണ്ട്. ഡ്രസ്സുകൾ, ആൻഡ് ടാറ്റു സ്റ്റുഡിയോ. ഈ നടന്ന് കയറുന്നതാണ്. ഓ മൈ ഗോഡ്. ഇന്നത്തെ ദിവസം ഇത്രയും നേരം, രാവിലെ മുതൽ ഇത്രയും നേരമുള്ള സ്റ്റെപ്പ് ഇസ് ഓൾമോസ്റ്റ് അറൗണ്ട് 13,000. അങ്ങനെ കയറി നമ്മളിങ്ങനെ യാത്ര തുടരുന്നു. ഇങ്ങനെ കുറച്ച് വ്ലോഗ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ തടിയും കുറയും, അതേപോലെ വയറും കുറയും. സ്ഥലം കാണുക മാത്രമല്ല, ഇറ്റ് ഗോണ ബി എ ഗ്രേറ്റ് എക്സർസൈസ് ടു. ഇവിടുന്നൊരു വ്യൂ.
ലൈറ്റൊക്കെ ഇട്ടിട്ട് കൊള്ളാം. അങ്ങനെ നമ്മൾ നടന്ന് കയറി. ഇതാ ഹെലിപ്പാഡിൻ്റെ അടുത്തെത്തി. പക്ഷേ എനിക്കിവിടെ ഹെലിപ്പാഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് ഹെലികോപ്റ്റർ ഉണ്ടാവുന്നല്ലേ. ഹെലിപ്പാഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് കാർ പാഡാക്കി കളഞ്ഞു, കാർ പാർക്കിംഗ് ആക്കി കളഞ്ഞു. ഇനി ഇവിടുന്ന് ഒരു ക്ലിഫിൻ്റെ വ്യൂ ഉണ്ട്. ലെറ്റ്സ് സീ മൈ ഡിയേഴ്സ്, യു ക്യാൻ അമേസ് ലൈക്ക് എനിത്തിങ്. നോക്കൂ മക്കളെ, നോക്ക്. ഇത് താഴെ നിന്ന് ആളുകൾ വിസിലടിക്കുന്നുണ്ട്. ഇനി കടലിലിറങ്ങരുത്, ലൈറ്റ് പോയി, സമയം ഏകദേശം 6:30 അതാ. ഇനി കാഴ്ചകൾ മാത്രം കാണാം, ഇനി കടലിലിറങ്ങരുത് എന്നും പറഞ്ഞ് വിസിലടിക്കുന്നുണ്ട്. ഇതാ അവിടെ ലൈറ്റ് കാണുന്നില്ലേ, അവിടെ വരെയാണ് നമുക്ക് നടന്നെത്തേണ്ടത്. ഭയങ്കര രസമുള്ള ഇതാ കടലിൽ അവിടെ ഇവിടെയൊക്കെ ചെറിയ വെളിച്ചം കാണുന്നുണ്ടോ? ആ വെളിച്ചം അത് ഫിഷിംഗ് ബോട്ടുകളാണ്. അതായത് മത്സ്യബന്ധനത്തിന് മീൻ പിടിക്കാനായിട്ട് പോയിരിക്കുന്ന ചെറിയ വള്ളങ്ങളുടെ വെളിച്ചമാണ് ആ കാണുന്നതൊക്കെ. ഞാനൊന്ന് സൂം ചെയ്ത് നമുക്ക് നോക്കാം. ക്വാളിറ്റി ഭയങ്കര കുറവായിരിക്കും. അതാ അവിടെ ഇതാ ഏകദേശം വെളിച്ചമൊക്കെ നന്നായിട്ട് കുറഞ്ഞു. ബട്ട് കാഴ്ചകൾ ഭയങ്കര രസമുണ്ട്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലൈറ്റുകൾ ഓണായി തുടങ്ങി. ലൈറ്റുകളിൽ ഭയങ്കര രസമായിരിക്കും. ലൈറ്റുകൾ ഓണായാൽ എൻ്റെ മുഖമൊക്കെ ഇരുണ്ട് തുടങ്ങിയിട്ടുണ്ട്. ലൈറ്റ് ഓൾമോസ്റ്റ് ലൈറ്റ് കംപ്ലീറ്റ് ഔട്ടായി. അപ്പോൾ ഇനി നമുക്ക് വെളിച്ചമുള്ള സ്ഥലത്തേക്ക് പോകാം. അപ്പോൾ ഇനി നമുക്ക് ഈ ഹെലിപാഡിലൂടെ നടന്ന് അപ്പുറത്ത് കിടക്കാം. ഹെലിപാഡിലാണ് ഇങ്ങോട്ട് വരുന്ന ആളുകൾ, ഒട്ടുമിക്ക ആളുകളും പാർക്ക് ചെയ്യുന്നത്. നമ്മുടെ നോർത്ത് ക്ലിഫിലേക്ക് കയറുന്ന എൻട്രിയിലാണ് ഈ ഹെലിപാഡ് ഉള്ളത്. അപ്പോൾ ഹെലിപാഡിൽ വണ്ടികൾ നിറച്ച് പാർക്ക് ചെയ്തിട്ടുണ്ട്, ഫുൾ പാർക്കിംഗ്. ഹെലിപാഡിന് പകരം ഇത് കാർ പാഡാക്കി മാറ്റിക്കളഞ്ഞു. അപ്പോൾ ഇനി നടന്ന് നമ്മൾ ഇതവിടെ ഇരിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ആളുകൾക്കിരിക്കാം. അതേപോലെ ഇവിടെ മണ്ണിടിച്ചിലിനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്, ഡേഞ്ചർ സോൺ, അപകട മേഖല, കേരള പോലീസ്. ഉണ്ടോ, ഡേഞ്ചർ സോണാണ്, അപകട മേഖല. അവിടെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ക്ലിഫ് ഇടിയാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മണ്ണിടിച്ചിലിന് സാധ്യത കൂടുതലായതുകൊണ്ട് കടലൈ മണ്ണിടിച്ചിലിനുള്ള സാധ്യത കൂടുതലായതുകൊണ്ട് ഇത് നമ്മൾ എന്താണ് ആ സൈഡിൽ നിൽക്കുമ്പോൾ സൂക്ഷിക്കണം. പോലീസ് മാമന്മാരുണ്ട്. ഇതാണ് നോർത്ത് ക്ലിഫിലെ പോലീസ് എയ്ഡ് പോസ്റ്റ്. കുറുവ കള്ളന്മാർക്ക് മറ്റേ റിസോർട്ടും ഉണ്ടോ? കുറുവ ജംഗിൾ റിസോർട്ട്. ഇനി അങ്ങോട്ടാണ് കാഴ്ചകൾ തുടങ്ങുന്നത്.
അപ്പോൾ നമുക്ക് ഇങ്ങനെ കണ്ട് പോവാം. ആളുകൾ ഒരുപാട് പേരിങ്ങനെ നടന്നു വരുന്നു. ഇംഗ്ലീഷ് ബ്രേക്ക്ഫാസ്റ്റ്, അത് ഫിഷാണ്. ഫിഷ് ലൈക്ക് എന്താണ്, നമുക്ക് അവിടുന്ന് മേടിച്ച് ലൈവായിട്ട് കുക്ക് ചെയ്ത് തരും. ഇത് സെയിം ബട്ട് ഡിഫറെൻറ്റ്, സെയിം ബട്ട് ഡിഫറെൻറ്റ്. ജ്വല്ലറിയാണ്. സോ ഇവിടെ നിന്നൊക്കെ ക്ലിഫിൻ്റെ വ്യൂ ഉണ്ട്. ആളുകൾ നിൽക്കുന്നു, ഫോട്ടോ എടുക്കുന്നു. അങ്ങനെ ടാറ്റു സ്റ്റുഡിയോ എന്താണ്, ഇഷ്ടംപോലെ ഡ്രസ്സുകളാണ്. അത് ആ ബീച്ച് വെയേഴ്സ് ഇല്ലേ, ബീച്ച് വെയേഴ്സ് ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബീച്ച് വെയേഴ്സ് നമുക്ക് ഇവിടുന്ന് പർച്ചേസ് ചെയ്യാം. ബട്ട് കുറച്ച് വില കൂടുതലായിരിക്കും, എന്നാലും കുഴപ്പമില്ല. നമുക്ക് നല്ല ബീച്ച് വെയേഴ്സൊക്കെ കിട്ടും. അത് ഇവിടെ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. കോച്ച് സെറ്റ്സ്, ബീച്ച് വെയേഴ്സ്, ആയുർവേദ മസാജ്. ഓഹോ, എന്തൊക്കെയാണ്. पिज्जा दे रहा हूँ, पिज्जा देने very tasty. Butter, lemon, garlic grill. If you like spicy, add some green chili on it. ആ ചേട്ടൻ നല്ല ഗംഭീരമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ബട്ടർ, ലെമൺ, ജിഞ്ചർ, ഗാർലിക് അങ്ങനെ എല്ലാം ആഡ് ചെയ്യുക. എന്നിട്ട് കുറച്ച് സ്പൈസി വേണമെങ്കിൽ കുറച്ച് പെപ്പറും കൂടി ആഡ് ചെയ്താൽ മതി. അതെ, അങ്ങനെ കച്ചവടത്തിനുള്ള എല്ലാ തന്ത്രങ്ങളും ഇവർ കൃത്യമായിട്ട് പയറ്റുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ഇവിടെ ഈ കടകളിൽ ഡ്രസ്സുകൾ അതേപോലെ ദർബുക്ക. ചേട്ടൻ ഫോട്ടോ കൊടുക്കുന്നു. ലൈറ്റുകളൊക്കെ ഇട്ട് ഇങ്ങനെ ഭയങ്കര രസമായിട്ട് അലങ്കരിച്ചിട്ടുള്ള വർക്കല നോർത്ത് ക്ലിഫ്. ഇതിൻ്റെ ഉള്ളിലേക്കൊരു ഒരു മാർക്കറ്റാണ്. നമുക്കൊന്ന് കയറി കേട്ടോ. ലെതർ ഐറ്റംസാണ്, ലെതർ, പിന്നെ ആൻറ്റിക് കളക്ഷൻസ്, ബുദ്ധ ആർട്ട് ഷോപ്പ്. ഓ, ലെതർ ബാഗ്സിൻ്റെ ഒരു വൈഡ് റേഞ്ച്. അടിപൊളി ലെതർ ബാഗുകൾ, ട്രാവൽ ബാഗുകൾ, ഇംപ്രസീവ്. ഇത് യോഗയ്ക്ക് വേണ്ടി മാത്രമുള്ള യോഗ ബുക്ക്, ആർട്ട് ക്രാഫ്റ്റ് ഷോപ്പ്. ഇത് കാഷ്യൂ പരിപാടികളൊക്കെ, അതായത് നട്ട്സ് വേൾഡ്. അപ്പോൾ തിരിച്ചു പോവാം, ഇത്രയേ ഉള്ളൂ. ഇവിടെ ഡെയിലി യോഗ ക്ലാസ്സൊക്കെ ഉണ്ടാവുമെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. വി അക്സെപ്റ്റ് അമേരിക്കൻ എക്സ്പ്രസ്, മാസ്റ്റർ കാർഡ്, വിസ, എല്ലാ ഇൻ്റർനാഷണൽ കാർഡ്സും അക്സെപ്റ്റ് ചെയ്യും. ടിബറ്റൻ ഫ്ലാഗ്. അങ്ങനെ വീണ്ടും നമ്മൾ നടന്ന് അപ്രധാന വഴിയിലേക്ക് ഇറങ്ങുകയാണ്. എനിക്ക് ട്രാവൽ ബാഗുകൾ ഭയങ്കര ഇഷ്ടമായി. ഇവിടെ ഇഷ്ടംപോലെ സ്കാർഫുകളുടെ ഭയങ്കര വലിയ കളക്ഷൻ തന്നെ കേട്ടോ. പക്ഷെ ഇവിടുത്തെ വിലയൊന്നും ഞാൻ ചോദിച്ചിട്ടില്ല. വില എന്താ പറയുക, ഗംഭീര വിലയായിരിക്കും. കാരണം ഇതൊക്കെ ടൂറിസ്റ്റുകൾക്ക് വേണ്ടിയുള്ളതാണ്.
പാട്ട് ഓഫാക്കിയത് നന്നായി. ഇല്ലായിരുന്നെങ്കിൽ എന്താ പറയുക, അടുത്ത ദിവസം കണ്ടൻ്റ് അടിച്ച് ആ ഭാഗം റിമൂവ് ചെയ്യേണ്ടി വന്നേനെ. ആയി തിളങ്ങുന്ന സാധനങ്ങൾ. അതിൻ്റെ ഇടയിലൂടെ ഇത്രയും പേര് നടക്കുന്ന അതിൻ്റെ ഇടയിലൂടെ ചേട്ടൻ ബൈക്കുമായിട്ട്. ഇവിടുത്തെ ഏതെങ്കിലും കച്ചവടക്കാരനായിരിക്കും. സീ വ്യൂ മൾട്ടി ക്വസ്റ്റ്യൻ റെസ്റ്റോറൻറ്റ്. പൊളിയൊരു റെസ്റ്റോറൻറ്റ്. നല്ല ലൈറ്റൊക്കെ ഇട്ട് പാട്ടൊക്കെ വെച്ചിട്ട്. ഈ പാട്ടിൻ്റെയൊക്കെ പ്രശ്നം എന്താണെന്നറിയോ? കണ്ടൻ്റ് അടിക്കും. കണ്ടൻറ്റ് അതുകൊണ്ട് വേഗം ഓടി രക്ഷപ്പെടാം. പാട്ടുള്ള ഏരിയകളിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല. അങ്ങനെ സ്കൈ വീണ്ടും ഡാർക്കായി തുടങ്ങി. ഇത് അടുത്തൊരു ഷാക്ക് ലൈക്ക് എന്താണ് ക്യാൻഡിൽ ലൈറ്റ് ഡിന്നർ പരിപാടികളൊക്കെ ആയിട്ട് പല വെറൈറ്റി കഫേസാണ് ഒറ്റ ഏരിയയിൽ. ക്യാൻഡിൽ ലൈറ്റ് കഫേസ് ഉണ്ട്. അതേപോലെ റോക്കും ജാസും, അതായത് എന്താ പറയുക, പാർട്ടി പോലെയുള്ള ഹൈ വോളിയം മ്യൂസിക്സ് ഉള്ളതുണ്ട്. പിന്നെ എന്താ പറയുക, സമാധാനമായിട്ടിരുന്ന് കഴിക്കാൻ പറ്റുന്ന റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. അതായത് അതേപോലത്തെ ഒരു റെസ്റ്റോറൻ്റാണ്, ക്യാൻഡിലൊക്കെ വെച്ചിട്ട്. ക്യാൻഡിലൊക്കെ വെച്ചിട്ടുള്ള റെസ്റ്റോറൻറ്റ്. ഹോട്ടൽ ഗ്രീൻ പാലസ്. ഇവിടുത്തെ എല്ലാ മെയിനായിട്ടുള്ള കഫേസും ഈ പറഞ്ഞതുപോലെ ക്യാൻഡിൽ ലൈറ്റ്സ് പരിപാടികളാണ് കൂടുതലും. ഒരു ഗോൾഡൻ ലൈറ്റൊക്കെ ഇട്ടിട്ട് വേറെ അവർക്കിങ്ങനെ കടലിലേക്ക് നോക്കിയിരുന്നു ഭക്ഷണം കഴിക്കാം. ക്ലിഫിൻ്റെ ഒരു ഹൈറ്റ് നോക്കണേ. ക്ലിഫിൻ്റെ ഏകദേശം നല്ലൊരു ഹൈറ്റുള്ളൊരു ഏരിയ കൂടിയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ കാഴ്ച കണ്ടിങ്ങനെ പോകാൻ ഭയങ്കര രസമല്ലേ? അങ്ങനെ കടകൾ ഈ നടന്നു കൊടുക്കുമ്പോൾ വെള്ളം കുടിക്കാനുള്ള കടകളൊക്കെ ഇടയ്ക്കുണ്ട് കേട്ടോ. അങ്ങനെ ക്യാഷ് ഇൻ അഡ്വാൻസ് ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡ്. അതായത് ഇവിടുത്തെ ഒരു മറ്റേ ഇതിൻ്റെ കൗണ്ടറാണ്. ഇതാ ഇവിടെ ക്ലീനിങ് ഓൺ പ്രോസസ്, അതായത് ഇതെല്ലാം വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്ന മുനിസിപ്പാലിറ്റീൻ്റെ ക്ലീനിങ് ആളുകളാണെന്ന് തോന്നുന്നു. ലൈവ് കിച്ചൺ, അതായത് ലൈവായിട്ട് ഈ പറഞ്ഞ ആ കണ്ട ഫിഷുകളെല്ലാം നമുക്ക് കുക്ക് ചെയ്ത് തരും. നേരത്തെ പറഞ്ഞ ക്ലീനിങ് ചേച്ചിമാരിത് ഫുള്ള് അവരുടെ ക്ലീനിങ്. അതാണ് ഈ ഒരു വഴികളൊക്കെ ഭയങ്കര പ്രത്യേകത. അവർ ഫുൾ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ്, ക്ലീൻ ചെയ്യുകയാണ്. ആരെങ്കിലും എന്തെങ്കിലും ഇത് ഇട്ട് കഴിഞ്ഞാലും അത് അവരപ്പം വന്ന് അതിൻ്റെ പിക്കറുണ്ട്, അത് വെച്ചെടുത്ത് നേരെ ക്ലീൻ ആക്കുന്നു. ഇതാ അടുത്ത ടൈപ്പ് ഓഫ് റെസ്റ്റോറൻറ്റ്. പൊറോട്ടയ്ക്കുള്ള മാവ് ഒഴിച്ചുകൊണ്ടിരിക്കുന്നു. കുഴയ്ക്കുന്നേ ഉള്ളൂ അല്ലേ?
കഫേ ഇറ്റാലിയനോ, ഒരു ഇറ്റാലിയൻ കഫേ. സീ ഫുഡ് ഇല്ലാത്തൊരു കളിയില്ല, എല്ലായിടത്തും ഉണ്ട് സീ ഫുഡ്. സീ ഫുഡാണ് മക്കളെ സ്പെഷ്യൽ. കാരണം വർക്കല ബീച്ച് സൈഡ് സീ ഫുഡ്. ലൈറ്റ് ഇങ്ങനെ കുറഞ്ഞു വരുന്നു. ഇവിടെ ഇത് കഴിഞ്ഞപ്പോൾ ആ പ്രധാന കച്ചവട കേന്ദ്രങ്ങളിങ്ങനെ കുറഞ്ഞു, ലൈറ്റ് കുറഞ്ഞു. Idziemy zobaczyć? നമുക്കിനി അടുത്ത പ്രാവശ്യം വർക്കല വരുമ്പോൾ ലൈക്ക് ഇവിടെ കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റീസ് ഇൻ ദ സെൻസ് ഇവർ ടൂറിസ്റ്റുകൾക്കായിട്ട് കൊടുക്കുന്ന ഈ സൗണ്ട് ഹീലിംഗ് തുടങ്ങി കുറേ പരിപാടികളുണ്ട്. വിൽ ട്രൈ വൺസ്. ഫ്രഷ് വാഫിൾ കോൺ ഐസ്ക്രീം. ഇതാ ഇവിടുത്തെ വേറൊരു വലിയ കഫേയാണ്, ഡാർജിലിംഗ് കഫേ. ഞാനങ്ങനെ നമ്മളുടെ ഹോസ്റ്റലിലെ ഒരു ചേട്ടൻ പറഞ്ഞത് വെച്ച് അങ്ങനെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു വലിയൊരു കഫേകളിലൊന്നാണ് ഡാർജിലിംഗ് കഫേ. ഇതിന് മേലെയാണത്. മ്യൂസിക്കും പരിപാടികളും ഫുള്ള് ലൈറ്റൊക്കെ ഇട്ടിട്ട് ഭയങ്കര രസമായിട്ട് ഒരുക്കിയിരിക്കുന്നത്. ഇവിടുത്തെ മെയിനൊരു സാധനം കേട്ടോ ഈ മ്യൂസിക് ഹീലിംഗ്. ആ ലൈറ്റുകൾ. ഡാർജിലിംഗ് കഫേ. പുതിയൊരു കട തുടങ്ങാൻ പോകുന്നു, മോമോ സർക്കിൾ. എല്ലാ സ്ഥലത്തും ലൈറ്റും പാട്ടും ഒക്കെ ആയിട്ടേ ഭയങ്കര രസമായിട്ട്. ഫീൽ ഹൗസ് ഓഫ് ടൈം. Tibetan healing bowls. That is what Tibetan healing bowls എന്നാണ്. അങ്ങനെ നടന്ന് നമ്മൾ we reached somewhere on the നമ്മളങ്ങനെ എക്സിറ്റിലെത്താനുള്ള സമയമായി. അങ്ങനത്തെ നടന്ന നോർത്ത് ക്ലിഫിൻ്റെ അവസാനത്തിൽ ലൈക്ക് ഇനി തിരിച്ചു പോവാണ്. തിരിച്ചെന്താ പറയുക, സമയം ഏകദേശം 7:30 7:30. ഇനി ഡിന്നർ, പിന്നെ കിടക്കണം, ഉറങ്ങണം. കാരണം നാളെ രാവിലെ നേരത്തെ എണീറ്റ് കുറേ ഐറ്റിനറീസ് ഉണ്ട്. അപ്പോൾ കാഴ്ച കണ്ടേ നമുക്ക് കാണാൻ പോണ്ടേ. സോ അപ്പോൾ ബൈ ഫോർ നൗ. സീ യു.